യേശു സ്ഥാപിച്ചതുപോലെ, യേശു നൽകിയതുപോലെ സമാധാനം ആശംസിക്കുന്നവരും സമാധാനം സ്ഥാപിക്കുന്നവരും സമാധാനം കൊടുക്കുന്നവരുമായിട്ട് മാറാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശു ഉദ്ധാനം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരരികിലേക്ക് കടന്നു വരികയാണ്. ആ കഥകടച്ചിരുന്ന ഭയപ്പെട്ടിരുന്നവരരികിലേക്ക് കടന്നു വന്നിട്ട് 2 തവണ പറഞ്ഞ കാര്യം ഇത്രയുള്ളൂ: നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയുള്ളൂ. ഈ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുന്നു, നമ്മളാകുന്ന സമൂഹത്തിലേക്ക് പോകുന്നു. യേശു പറഞ്ഞതുപോലെ സമാധാനം കൊടുക്കുന്നവരും സമാധാനം ആശംസിക്കുന്നവരുമായിട്ട് മാറുന്നുണ്ടോ? ചെല്ലുമ്പോഴേക്ക് തുടങ്ങുന്ന വ്യക്തികളാണ് ഓരോന്ന് പറഞ്ഞ്, പഴയ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വഴക്കുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണോ? എവിടെയാണോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികളാണോ? സമാധാനം ആശംസിക്കുന്ന വ്യക്തികളാണോ? എൻ്റെ കുടുംബത്തിൽ എനിക്ക് സമാധാനം, എൻ്റെ സമൂഹത്തിൽ എനിക്ക് സമാധാനം കൊടുക്കാൻ പറ്റണം. ഞാൻ കാരണം ഒരു സമാധാനം നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഈ വിശുദ്ധ കുർബാന ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞ്, കൃപ എന്ന് പറഞ്ഞത്, ഞാൻ ചെല്ലുന്നിടങ്ങളിലൊക്കെ സമാധാനം കൊടുക്കണം എന്നുള്ളതാണ്. ആ കൃപ ഞാൻ പൂർത്തീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അമ്മയായി ഞാൻ, ഭാര്യയായി ഞാൻ, ഒരു സിസ്റ്ററായ, അച്ഛനായ ഞാൻ ആ സമാധാനം മറ്റുള്ളവർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറഞ്ഞ്, എന്തെങ്കിലും പൊടുപ്പും തെങ്ങിലും എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെ പറഞ്ഞ് ആ ആയിരിക്കുന്ന സമൂഹത്തിൽ വഴക്കും പിണക്കങ്ങളും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടാക്കി നമ്മൾ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക. യേശു പറഞ്ഞത്രയേ ഉള്ളൂ സമാധാനം. അല്ല, അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്താണ് ഭയപ്പെടുത്തുക. ദിപ്പ വരും വെള്ളപ്പൊക്കം, ദിപ്പ വരും നമ്മുടെ കൊറോണ, ദിപ്പ വരും മരണം വരും, ദിപ്പ വരും സാധനം, ഇങ്ങനെ ഭയപ്പെടുത്തി ജീവിക്കുക. യേശു എന്നിട്ട് പറഞ്ഞ് ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ട്. സമാധാനപ്പെട്, നിങ്ങൾക്ക് സമാധാനം. ഈ കർത്താവിൻ്റെ സമാധാനം കൊടുക്കേണ്ടത്. അങ്ങനെ സമാധാനപ്പെടുത്തി ഒരു രോഗി വന്ന് നമ്മുടെ അടുത്ത് വേദന പറയുമ്പോൾ പെട്ടെന്ന് മരിക്കില്ലേ? ഇങ്ങനെയാണോ നമ്മൾ കൊടുക്കുക? നമ്മൾ അതല്ല ചെയ്യേണ്ടത്. അവനൊന്ന് ആശ്വസിപ്പിച്ച് വിടാൻ വേണ്ടിയാ. ഏതെങ്കിലും വ്യക്തി എൻ്റെ അടുത്ത് വന്ന് വേദനയോട് പറയുമ്പോൾ അവൻ അതിനേക്കാളും വലിയ ടെൻഷനായിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടുക. കാരണം നമ്മൾ അത്രയും ടെൻഷനില്ല. ഈ പ്രാർത്ഥിക്കാത്തവർക്കൊന്നും ഈ ടെൻഷൻ അടിക്കുന്നവരെ ആശ്വസിപ്പിച്ച് വിടാൻ പറ്റില്ല എന്നുള്ള സത്യസന്ധമായ കാര്യമാണ്. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വ്യക്തി, ദൈവസന്നിധിയിൽ ശാന്തത കണ്ടെത്തുന്ന വ്യക്തിക്ക് മാത്രമാണ് അരികിൽ വരുന്നവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ, ആശ്വാസം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അല്ലാത്തവർ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കും. ഇവിടെയും ടെൻഷനായിരിക്കും. ഇവിടെയും ഇപ്പോൾ നിൽക്കുമ്പോഴും ഈ ദേഷ്യവും വൈരാഗ്യം വെച്ചായിരിക്കും ഇവിടെ നിൽക്കുക. ഇവിടെ നിൽക്കുമ്പോഴും ഇവിടുന്ന് സമാധാനത്തോടെ നിൽക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടാകും. ഇപ്പം അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചിന്തിച്ച് കാര്യം നമ്മൾ ചിന്തിക്കുക. സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.